എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വൈജയന്തി കടപ്പാട്ടൂരിൽ നിന്നും നെടുമ്പുരയ്ക്കലിലേക്ക് എത്തിയിരിക്കുന്നു. വൈജയന്തിയുടെ വാശി ജയിച്ചു എന്ന അഭിമാനത്തോടു കൂടി തന്നെ വൈജയന്തി നെടുമ്പുരയ്ക്കലേക്ക് ഇറങ്ങുവാണ്. വൈജയന്തിയെ അവിടേക്ക് കൊണ്ടുവിടുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മനുവാണ്. വൈജയന്തി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മനു പറയുവാണ്, ഇഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചല്ലോ, അത് ചുറ്റുമുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ടാണെങ്കിലും എല്ലാം നേടിയെടുത്തല്ലോ എന്ന് മനു പറയുവാണ് വൈജയോട്. പറയുന്നത് കേട്ടിട്ടും നമ്മുടെ വൈജയന്തിക്ക് മുഖഭാവത്തോടു കൂടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. സത്യമായ കാര്യമാണ് മനു മുഖത്ത് നോക്കി പറയുന്നത്. അത് വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ വൈജയന്തി. നെടുമ്പുരയ്ക്കലേക്ക് എത്തിക്കഴിഞ്ഞ വൈജയന്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. വൈജയന്തി കാണുന്നത് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഫോണ് കാണുന്ന നമ്മുടെ രോഹിത്തിനെയാണ്. വൈജയന്തി സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോ അങ്ങോട്ടേക്ക് ബബിത എത്തുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളും അവിടെ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുവാണ്. അവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ല വൈജയന്തി എത്തിയതിൽ. ഒക്കെ കാണുമ്പോൾ വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അമ്മ തിരിച്ചെത്തിയിട്ടും മക്കൾക്ക് ഒരു സന്തോഷവും ഇല്ല എന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അവരെല്ലാവരും വിഷമിച്ചാണ് നിൽക്കുന്നത്. കാരണം എന്തെന്നാൽ നമ്മുടെ അലീന പോയ വീട്ടിലേക്ക് വൈജയന്തി എത്തുന്നു. എന്നിട്ട് വിഷമം മാറുന്നതിന് മുമ്പാണ് നമ്മുടെ വൈജയന്തി അവിടേക്ക് എത്തിയത്. അലീന പോയ വിഷമം അധികം ഒന്നും മാറിയിട്ടില്ല അവർക്ക്. ഇതിനിടയ്ക്ക് നമ്മുടെ അലീനയെ കാണിക്കുന്നു. അലീനയും ബാലചന്ദ്രനും കൂടെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും വലിയ വീട് നോക്കുന്നുണ്ട് അലീന. വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ സിറ്റ് ഔട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇവിടെയുള്ള പട്ടികളെല്ലാം ഓടി അലീനയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ ഒരു അച്ഛന്റെ ഉത്തരവാദിത്വത്തോടെ തന്നെ അലീനയുടെ കൈ മുറുകി പിടിക്കുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് ആന്റപ്പൻ എത്തുന്നുണ്ട്. ഈ സമയം തന്നെ ആന്റപ്പൻ ആ പട്ടികളോടെല്ലാം അകത്തേക്ക് കയറി പോകാൻ പറയുമ്പോൾ പട്ടികളെല്ലാം ഓടി വന്ന് അലീനയുടെ ചുറ്റും ഇരിക്കുവാണ്. ആശ്ചര്യത്തോടു കൂടി തന്നെ ആന്റപ്പൻ ആ പട്ടികളെ നോക്കുന്നുണ്ട്. ഇനിയും ബാലചന്ദ്രനും അത്ഭുതത്തോടു കൂടി തന്നെ ഇതൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറി വരുവാണ് നമ്മുടെ ബാലചന്ദ്രനും അലീനയും. കയറി വരുമ്പോ തന്നെ ആകെ ടെൻഷനിലാണ് അലീന. സ്വന്തം അച്ഛനെ കാണാൻ പോവുകയല്ലേ, എന്റെ അച്ഛനാണത് എന്ന് മനസ്സിൽ ഓർക്കുവാണ്. ഇങ്ങനെ അകത്തേക്ക് അവര് കയറി വരുമ്പോ നല്ലിയെ കാണുവാണ് അലീന. നല്ലിയെ കാണുമ്പോ അന്തം വിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ അലീന. നല്ലിയാണെങ്കിൽ തന്റെ മകളെ കണ്ണു നിറച്ച് കാണുവാണ്. തന്റെ മകളെ ബാലചന്ദ്രൻ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുവാണ്. കണ്ടിട്ട് നല്ല കണ്ണു നിറച്ച് കാണുന്നുണ്ട് സുന്ദരിയായ തന്റെ മകളെ. നല്ലിയുടെ അമ്മച്ചിയുടെ ഒരു രൂപമൊക്കെയാണ് നമ്മുടെ അലീനയ്ക്ക്. അത് കണ്ടിട്ട് നമ്മുടെ സ്റ്റാൻലി കണ്ണെടുക്കാതെ തന്നെ അലീനയെ നോക്കുവാണ്. അതേപോലെ തന്നെ സ്റ്റാൻലിയുടെ മുഖത്തും അലീനയുടെ മുഖത്തും മാറി മാറി നമ്മുടെ ബാലചന്ദ്രൻ നോക്കുവാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന അവരെയും കാണിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.